വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വീഡിയോയിൽ ഇട്ടിട്ടില്ലാത്തൊരു കാര്യം പറയാണ്. പക്ഷേ എൻ്റെ ലൈഫിൽ കുറേ നാളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ നല്ല ഒച്ച ബഹളം കിളികളുടെ ശബ്ദം കേൾക്കും. കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഞാൻ പറ്റുന്ന സൺഡേസ് അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യുന്ന ഒരു ഹെയർ പാക്ക്, ഫേസ് പാക്ക്, അതെനിക്ക് ഭയങ്കര അടിപൊളിയാണെന്ന് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് താരൻ മാറാനും ഹെയർ ഞാൻ ഒന്നാമതേ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളൊരു ഹെയറാണ്. അപ്പോൾ അത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സ്മൂത്തനായിട്ട് കിടക്കാനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താരൻ മാറുന്നുണ്ട്. പിന്നെ താരൻ പൂർണ്ണമായിട്ട് മാറുന്നില്ല, ഒരു ചെറിയൊരു ജസ്റ്റ് ഒരു ചേഞ്ച് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൽ. പിന്നെ ഫേസ് പാക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഫേസ് നല്ല സ്മൂത്തനാവാനും ആ ഒരു ടാനൊക്കെ ഒന്ന് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഇത് ഹോം റെമഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സൺസ്ക്രീൻ ഉപയോഗിച്ചാലും എത്ര ക്രീമുകൾ എത്ര മോയ്സ്ചറൈസർ എന്തൊക്കെ യൂസ് ചെയ്താലും നമ്മൾ വല്ലപ്പോഴും ഒരിക്കൽ ലാസ്റ്റ് വന്ന് ഈ ഒരു ഹോം റെമഡിയിൽ നിൽക്കും. കാരണം ടാന് ഒക്കെ കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ലാസ്റ്റ് വന്ന് ചെയ്യുന്നത് ഹോം റെമഡീസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ട് എനിക്ക് അടിപൊളിയാണെന്ന് തോന്നിയ കുറേ നാളായിട്ട് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെയർ പാക്കും ഫേസ് പാക്കുമാണ് കാണിച്ചു തരാമെന്ന്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണുള്ളത്. അത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാതെ ഞാൻ എൻ്റെ സംഭവങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫേസ് പാക്ക്, ഇതാണ് എൻ്റെ ഹെയർ പാക്ക്. ഓക്കെ, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടൊരു സംഭവമുണ്ട്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതാണ് നമ്മുടെ ഏത്തപ്പഴം. അത്യാവശ്യം ഭയങ്കര പഴുത്ത് പോയതായാലും കുഴപ്പമില്ല കേട്ടോ. അത് നല്ല പഴുത്താണെങ്കിൽ ഹെയറിന് അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഒത്തിരി പഴുത്ത് പോയി നമ്മൾ കഴിക്കാണ്ട് വെച്ചിരിക്കുന്ന പഴമായാലും അല്ലെങ്കിൽ കുറച്ച് ഇതായിട്ടുള്ള പഴുത്ത പഴമായാലും മതി. അതൊന്ന് രണ്ടൊന്നും ഞാൻ ഒരു പഴം എടുത്ത് മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണിന് ഫേസ് പാക്കിനും ബാക്കി അത്രയും ഹെയർ പാക്കിനും ഞാൻ മാറ്റി. 2 ഒരു 2-3 എടുത്തോളൂ. ബാക്കി നമ്മൾ ഹെയർ പാക്കിന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ബാക്കി ചേർത്തിട്ടുള്ള കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം ഫേസ് പാക്കിൻ്റെ കാര്യം പറയാം. ഇതിൽ ഞാൻ ആ 2 ടേബിൾ സ്പൂൺ പഴം ഞാൻ അരച്ചതെടുത്തിട്ട് അതിൽ പിന്നെ നമ്മൾ രണ്ടിലും കോമൺ ആയിട്ട് ചേർക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. അലോവേര ജെല്ല്, ഞാൻ ഒരു അലോവേര എടുത്തു, രണ്ടിലും കുറച്ചായിട്ട്. ഇത് ഞാൻ മിക്സിയിൽ തന്നെ വെച്ചിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ സൈഡിൽ കാണിച്ചു തരാം. മിക്സിയിൽ തന്നെ വെച്ചിരുന്നിട്ട് അലോവേര കുറച്ച് ഇതിലും ഞാനൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇതിലും ഇട്ടു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ അലോവേര ഞാൻ ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് പാല് വേറെ പ്രശ്നങ്ങൾ, ഫേസിൽ ഭയങ്കര ഓയിലി സ്കിൻ അല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പാല് ചേർക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരു 2 സ്പൂൺ പാല് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ എന്താ ചേർത്തത്? പിന്നെ കുറച്ച് പയറുപൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേസ് പാക്കിൽ വരുന്ന സംഭവങ്ങൾ. ഓക്കെ, ഞാൻ പിന്നെ ടൊമാറ്റോ ജ്യൂസ് അങ്ങനെ ഒന്നും ചേർക്കാൻ പറ്റില്ല കേട്ടോ. പാലൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ മതി. ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയാണ്. പിന്നെ പക്ഷേ ഇതിലൊരു സംഭവം കൂടി ഉണ്ട്. മുട്ടാണി മിട്ടി കേട്ടിട്ടുണ്ടായിരിക്കും. അത് എൻ്റെ കയ്യിൽ സംഭവം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. മുട്ടാണി മിട്ടി അടിപൊളി ഒരു ഒരു നമ്മുടെ ഫേസിൽ ആ ഒരു അഴുക്കൊക്കെ റിമൂവ് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഫേസ് പാക്കിൻ്റെ കാര്യം. ഇനി ഹെയർ പാക്കിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഞാൻ ആ ബാക്കി പഴം വെച്ചിരുന്ന മിക്സിയിൽ അലോവേര ജെല്ല് ഇട്ടു. ഒരു മുട്ട ഞാൻ പൊട്ടിച്ചതിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മുട്ട ഇത്ര വേറൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഓക്കെ, ഒരു മുട്ട, പഴം, അലോവേര ജെൽ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള അലോവേര ജെല്ലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഫേസ് പാക്കും ഹെയർ പാക്കും. ഇത് നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അങ്ങനെയാണ് ഞാനിത് 2 കൂടി എടുത്തിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാറാണ് പതിവ്. ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഹെയർ പാക്കും കൂടെ അപ്ലൈ ചെയ്ത് സംഭവം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ കൂടുതൽ ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു തിക്ക് പേസ്റ്റായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. ഒരു തിക്ക് പേസ്റ്റായിട്ട് കൺസിസ്റ്റൻറ്റി ആയിട്ട് ഞാനിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹെയർ എത്രയാണോ ഒരു പാർട്ടീഷനായിട്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ്.
ഇനി ഞാൻ മൈക്ക് വെച്ച് സംസാരിച്ചാലേ ചിലപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഞാൻ പറ്റുമെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാം, കാരണം ഇല്ലെങ്കിൽ എനിക്കിതിടുമ്പോൾ ശബ്ദമൊക്കെ ചിലപ്പോൾ മൈക്കിലാവാനും ചാൻസ് ഉണ്ട്. സോ നമ്മൾ മൈക്ക് മാറ്റാണ്. ഹെയർ നന്നായിട്ട് കോംബ് ചെയ്യുക, കാരണം കോംബ് ചെയ്താൽ മാത്രമാണ് നമുക്കത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ പാർട്ടീഷനായിട്ടാണ് ഓരോ തവണയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പാർട്ട് അങ്ങ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് അങ്ങ് മാറ്റും. എന്നിട്ട് ബാക്കി പോർഷൻ അങ്ങനെ ഫുള്ളി ആ ഒരു സൈഡാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ചെറിയൊരു മസാജൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഭയങ്കര റിലാക്സിങ് ഫീലിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ പാർട്ടും ഞാൻ അതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു മസാജ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹെയർ നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. ദേഹം മൊത്തം അഴുക്കായി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിനി ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. തിക്ക് പേസ്റ്റായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടി ലൈറ്റായിട്ട് വേണം എന്നുള്ളവർക്ക് അതിൻ്റെതനുസരിച്ചിട്ട് വാട്ടറാണോ അല്ലെങ്കിൽ റോസ് വാട്ടറാണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ആ കണ്ണിൻ്റെ ഏരിയ ഒഴിച്ച് ബാക്കി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 20 to 30 മിനിറ്റ്സ് അത്രയും വെച്ചാൽ മതി. ഭയങ്കര അങ്ങ് ഡ്രൈ ആയി പോകരുത്, കുറച്ചൊന്ന് ഡ്രൈ ആവുന്നവരെ. ഹലോ, അപ്പം ഞാൻ ഏകദേശം ഹെയറൊക്കെ ഡ്രൈ ആക്കി നല്ല സെറ്റാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ആഫ്റ്റർ ഹെയർ വാഷ് ഇരിക്കുന്നത്. നല്ല ഉണങ്ങി, കുറച്ച് പൊടികളുണ്ടാവും, അത് നമ്മൾ നന്നായിട്ട് ഉണക്കി ഒന്ന് കോംബ് ചെയ്ത് കഴിയുമ്പോൾ ആ പൊടികളൊക്കെ പൊക്കോളും. ഇപ്പോൾ സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ എങ്ങനത്തെ ടെക്സ്ചറാണോ അതൊന്ന് കുറച്ചുകൂടി ഒരു സ്ട്രെയിറ്റൻ ആയ പോലെ ഫീൽ ചെയ്യും. അത്രയും നല്ല സോഫ്റ്റായിട്ട് വരും. ഇതാണ് എൻ്റെ റിസൾട്ട്. ഇതാണ് കേട്ടോ, ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പോലെ. ഫേസിൽ ഞാനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ആകെ ലിപ്പ് ഓയിൽ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ആ ഒരു എന്താ പറയുക, ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിയുമ്പോൾ ഫേസ് നല്ല സോഫ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യും. ഭയങ്കര ക്ലീൻ ആയതുപോലെ ഫീൽ ചെയ്യും. എന്തെങ്കിലും ഒരു ഫങ്ഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഭയങ്കര അടിപൊളിയായിരിക്കും. നല്ല അടിപൊളി ഒരു ഫേസ് പാക്കും ഹെയർ പാക്കുമാണ് നമ്മളിപ്പോൾ ചെയ്തത്. എനിക്ക് ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീലാണ് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്. പൊന്നു വാ, ഒരു ബായ് പറ. പൊന്നു വാടാ, ഒരു ബായ് പറ. ബായ്.